ഹലോ ഗായ്സ്, ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ പിന്നെ നമുക്കൊരു നമ്മുടെ സാന്താക്ലോസിനെ വെച്ച് ഒരു കാർഡ് ചെയ്താലോ. ഇതുപോലെ ഒരു പ്ലെയിൻ പേപ്പർ എടുക്കുക. ഞാൻ ആദ്യം തന്നെ പറയാം, പേപ്പർ എടുക്കുമ്പോൾ ഇതുപോലെ കട്ടിയില്ലാത്ത പേപ്പർ എടുക്കരുത്, നല്ല കട്ടിയുള്ള പേപ്പർ തന്നെ എടുക്കണം. ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അബദ്ധം മനസ്സിലായത്. അതുകൊണ്ട് ഇത്തിരി കട്ടിയുള്ള പേപ്പർ എടുത്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഒരു പ്ലെയിൻ പേപ്പർ എടുക്കുക, രണ്ടായിട്ട് മടക്കുക, ജസ്റ്റ് ഇതിൽ കാണുന്ന പോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഒരു ഹാഫ് സർക്കിളിൽ ഇത് വരയ്ക്കാം. സർക്കിൾ അങ്ങനെ കറക്റ്റായിട്ട് സർക്കിൾ തന്നെ ആവണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഇതുപോലെ കാണുന്നത് പോലെയൊക്കെ ഒന്ന് വരച്ചാൽ മതി. ഇനി സാന്താക്ലോസിൻ്റെ ആ ഫേസിൻ്റെ നിറത്തിന് വേണ്ടി ജസ്റ്റ് ഇതുപോലെ ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുത്താൽ മതി. വൈറ്റും റെഡും യെല്ലോ കളറും ചേർത്തിട്ടാണ് ഞാൻ ഈ കളറിലാക്കി എടുത്തത്. എൻ്റെ കയ്യിൽ ഈ ഫേസിൻ്റെ കളർ പെയിൻ്റ് ഇല്ലായിരുന്നു, അപ്പം ഞാൻ ഇങ്ങനെ ആക്കി എടുത്തു. ഇനി നമ്മുടെ സാന്താക്ലോസിൻ്റെ ആ തൊപ്പിക്ക് വേണ്ടി ഞാൻ വീണ്ടും ഒരു പ്ലെയിൻ പേപ്പർ എടുത്ത് ജസ്റ്റ് ട്രയാങ്കിളിലൊന്ന് വരച്ച് റെഡ് കളർ എടുത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമുക്ക് പഞ്ഞി വേണം. പിന്നെ തൊപ്പിയുടെ ദാറ്റത്ത് ഇതുപോലെ കാണുന്നത് പോലെ കുറച്ച് പശ തേച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഈ പഞ്ഞി ഓരോന്നോരോന്നായിട്ട് ജസ്റ്റ് കുറച്ച് ഇങ്ങനെ റൗണ്ടിൽ സർക്കിളായിട്ടൊന്ന് ഉരുട്ടിയെടുത്ത് ആ പശ കാണിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ പഞ്ഞി ഒന്ന് ഓർഡറിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അതുപോലെ ഫേസിലും താഴെ കുറച്ച് പശ തേച്ചിട്ട് ഇതുപോലെ തന്നെ ആ പഞ്ഞി ഒന്ന് ഓർഡറിലൊന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് പാവപ്പെട്ടവൻ്റെ സാന്ത്യമാണ് കേട്ടോ, അതാണ് ഇത്രയും ദാരിദ്ര്യം പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, എടുക്കുമ്പോൾ നമ്മൾ ഇത്തിരി കട്ടി കൂടിയ പേപ്പർ തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ അതിങ്ങനെ ദാരിദ്ര്യം പിടിച്ചത് പോലെ ഇരിക്കും. ഇനി സാന്തയ്ക്ക് നമുക്ക് 2 കണ്ണ് വരച്ച് കൊടുക്കാം. നല്ല റൗണ്ടിൽ നല്ല അടിപൊളിയായിട്ട് കണ്ണൊക്കെ വരച്ച് കൊടുത്ത് മൂക്ക് ഒരു റെഡ് കളറിൽ വീണ്ടും ഒരു പേപ്പർ കട്ട് ചെയ്ത് അതിൽ റെഡ് കളർ അടിച്ച് ഞാൻ ഒരു മൂക്ക് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ സാന്താക്ലോസിന് മീശ വേണം. അപ്പോൾ മീശയില്ലാത്ത സാന്താക്ലോസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ ഫേസിൽ കുറച്ച് പശയൊക്കെ തേച്ച് മീശയ്ക്കായിട്ട് കുറച്ച് പഞ്ഞിയൊക്കെ ഒട്ടിച്ച് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇനി ആ തൊപ്പിയുടെ അറ്റത്ത് കുറച്ച് പശ കൂടി തേച്ച് കുറച്ച് പഞ്ഞിയും കൂടെ ഒട്ടിച്ച് അങ്ങനെ ഏകദേശം ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫേസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു കാർഡാണല്ലോ, അപ്പോൾ ഇതകത്ത് എന്തെങ്കിലുമൊക്കെ എഴുതണമല്ലോ. അപ്പോൾ ഞാൻ മെരി ക്രിസ്മസ് എന്ന് എഴുതുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലുമൊക്കെ എഴുതാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.